രക്ഷിക്കണേ സർവേശ്വരി. ഈ സ്വത്തുക്കളെല്ലാം അനുഭവിക്കാനുള്ള യോഗം എനിക്ക് തന്നെ ഉണ്ടാവണേ മഹാമായേ. നീ വന്ന വഴിക്ക് തന്നെ കാനഡയ്ക്ക് തിരിച്ചു പോയോ? നന്ദിനി കുഞ്ഞെ, കുഞ്ഞെ കഥ തുറന്നേ. ഞാനാ മീനു. ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഒന്ന് മാറുമെന്ന് വെച്ചോട്ടെ. എനിക്ക് വയ്യ. അയ്യോ അങ്ങനെ നോക്കല്ലേ, എനിക്ക് നാണാവും കുഞ്ഞെ. നന്നായിട്ടുണ്ടല്ലേ? എനിക്കും തോന്നി. ഇതൊക്കെ ഇട്ടൊരു ചെത്തി എത്തണമെന്ന് കുറെ കാലം കൊണ്ട് വിചാരിക്കുന്ന. ഇവിടുത്തെ കുഞ്ഞമ്മമാര് സമ്മതിക്കണ്ടേ? ഇതിപ്പോ കുഞ്ഞു കൊണ്ടുവന്നു നമ്പർ ഇറക്കിയുണ്ടല്ലേ. നമ്പറോ? അയ്യോ, അല്ലാതെ ഈ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് പിഴച്ചു പോകാൻ പറ്റുമോ? കാഴ്ച ബംഗ്ലാവോ? ആ, പേര് ശ്രീവത്സം ബംഗ്ലാവെന്നാണെങ്കിലും ശരിക്കും ഇതൊരു കാഴ്ച ബംഗ്ലാവ് തന്നെയാ. ഒരല്പം മനുഷ്യപ്പറ്റുള്ളത് അമ്മൂട്ടി കുഞ്ഞിന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആനയും കുതിരയും പുലിയും സിംഹവും കടുവയും കരടിയും ഒക്കെയാ. എന്തിനാ മീനാക്ഷി ഇങ്ങനെയൊക്കെ പറയണേ? അവരൊക്കെ വെറും പാവങ്ങളല്ലേ. എന്നോട് എന്ത് സ്നേഹമായിട്ടാ പെരുമാറണേ? പിന്നെ അല്ലാതെ മേലനങ്ങാതെ കൊച്ചിന്റെ അച്ഛന്റെ പുട്ടടിച്ചോണ്ട് കഴിയുന്നവർക്ക് പിന്നെ എന്താ സ്നേഹമായിട്ട് പെരുമാറിയാല്? വാട്ട്? പുട്ടോ? വാട്ടുപുട്ടല്ല, അരിപുട്ട്. അയ്യോ, കാനഡയിൽ ഇനി പുട്ടില്ലായിരിക്കും. സാരമില്ല, ഇപ്പൊ തന്നെ മീൻ ഉണ്ടാക്കി തരാം. അയ്യോ പഞ്ചാര അമ്മച്ചി. മീനാക്ഷി, വാഴപ്പിണ്ടി നീര് റെഡി ആയോ? ഇപ്പൊ കൊണ്ടുവരാങ്ങന്നേ. ഹലോ, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഉറക്കമൊക്കെ സുഖമായിരുന്നോ മോളെ? ഓ യെസ്. മീനാക്ഷി, ഉടനെ കൊണ്ടുവരണേ. ചെന്നാട്ടെ. ഇതാ കുറുക്കൻ. വാഴപ്പിണ്ടി നീരുന്ന ഇപ്പൊ ഇങ്ങോട്ട് വന്നൊരു സൂത്രമാ. പുള്ളിക്കാരന് രാവിലെ എണീറ്റ് മീനോനോട് എന്തെങ്കിലും കൊച്ചു വർത്താനം പറഞ്ഞാലും ഒരു സമാധാനം കിട്ടും. കഴുകി തുടച്ച് മീന് നല്ല കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. താങ്ക് യു. അമ്മാവൻ വരുമ്പോഴേ ഇത് കഴുകും തുടക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. എന്റെ ഡാഡിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. ഐശ്വര്യം കൊണ്ടുവന്ന് കയറിയ വണ്ടിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. ഓക്കെ ബൈ. മോളെ സൂക്ഷിച്ചു പോണേ. എന്താ മനോജേട്ടാ? ഇതൊന്ന് തുറന്നു നോക്കിയേ. എന്താണ് പറയൂ? നോക്ക്. ഹായ്, നന്നായിട്ടുണ്ടല്ലോ.